അസ്സലാമു അലൈക്കും. ഒരു അരമണിക്കൂറിനുള്ളിൽ അവർ ജിനുവിൻ്റെ വീട്ടിലെത്തി. കാർ മുറ്റത്ത് നിർത്തിയ അവൻ അത്ഭുതപ്പെട്ടു പോയി. വീട് നിറയെ ആളുകളാണ്. ഇതെന്താ ജിനു, വീണ്ടും നിൻ്റെ ഉപ്പ നമ്മുടെ കല്യാണം നടത്താൻ പോവാണോ? കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് വരവ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സംസാരിച്ച് നിൽക്കാതെ ഷാനുക്ക ഇറങ്ങിക്കേ. ഇതിലും ഭേദം ഈ വരവ് വേണ്ടാന്ന് വെക്കുന്നതായിരുന്നു. സാരില്ല, വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ. സാർ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അതിനവൻ ആദ്യം നോക്കി കണ്ണു ചുട്ടിക്കൊണ്ട് പഠിച്ചോനെ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ ഉപ്പ പുറത്തേക്ക് വന്നു. വാ മോനെ. നിറഞ്ഞ സന്തോഷത്തോടെ ഉപ്പ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ ഇറങ്ങിയതിന് ശേഷമാണ് ആദ്യം ഇറങ്ങിയത്. അവനെ കണ്ടപ്പോൾ ഉപ്പാൻ്റെ കണ്ണുകൾ വിടർന്നു. ഉപ്പാക്ക് അവനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതവിടെ വരുമ്പോഴെല്ലാം ഉപ്പ അവനോട് പ്രകടിപ്പിക്കാറുമുണ്ട്. അവർക്ക് മുമ്പ് ജിനു അകത്തേക്ക് കയറിപ്പോയിരുന്നു. എൻ്റെ മോളെ, ഇത് അന്ന് ജിനുവിനെ പെണ്ണ് കാണാൻ വന്ന ആൾ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആക്സിഡൻറ്റിന് ശേഷം ആൾ ചുള്ളനായിട്ടുണ്ടല്ലോ. അതെ, എനിക്കും വിശ്വാസം വരുന്നില്ല. എന്തൊരു ലുക്കാണിപ്പോൾ അളിയനെ കാണാൻ. അനിയത്തിമാർ രണ്ടാറും ജനൽ വഴി ഷാനുവിനെ നോക്കിയാണ് പറയുന്നത്. നമ്മളോട് മിണ്ടോ എന്തോ. ഇപ്പോഴും നമ്മളെ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങാതെ കിടക്കുന്നുണ്ടാവും. അന്ന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. അന്നത്തെ പൊട്ട ബുദ്ധിക്ക് എന്തൊക്കെയോ പറഞ്ഞു പോയി. നമുക്ക് പോയി സോറി പറഞ്ഞാലോ? വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറയാം. അളിയനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആളൊരു പാവ. അതുകൊണ്ട് നമ്മളോട് ക്ഷമിക്കാൻ പറ്റും. സ്വീകരണ മുറിയിലേക്ക് അവരെ ഇരുത്തിയ ശേഷം ഉപ്പ അവിടെയുള്ളവരെ ഓരോരുത്തരായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്കും അവർക്കുള്ള ജ്യൂസുമായി ഉമ്മ വന്നു. എന്നാ ഇനി ഡ്യൂട്ടിക്ക് കയറുന്നത്? അവിടെയുള്ള ആരൊരാൾ ചോദിച്ചു. തിങ്കളാഴ്ച മുതൽ കയറും. ഇതെൻ്റെ ഏട്ടൻ്റെ മോനാണ്. ഉപ്പ എന്നോട് സംസാരിച്ചു ആളെ പരിചയപ്പെടുത്തി തന്നു. വീണ്ടും ആരൊക്കെയോ വന്ന് സംസാരിക്കുന്നുണ്ട്. ജിനുവിനെ ആണെങ്കിൽ കാണുന്നുമില്ല. ആദ്യമാണെങ്കിൽ ഫോണിൽ തോണ്ടിയിരിക്കുക. മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. കുറച്ച് സമയം ഇരുന്നപ്പോഴും ജിനു വന്നു. അപ്പോഴേക്കും ആദിക്ക് ഒരു കോൾ വന്നപ്പോൾ അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. ഷാനുക വാ, നമ്മുടെ റൂം കാണണ്ടേ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. ഒത്തിരി വലിയ റൂമല്ലെങ്കിലും നല്ല അടുക്കും ചുറ്റയുമുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ റൂമായിരുന്നു. ഇഷ്ടായോ? അന്ന് വിവാഹത്തിൻ്റെ അന്നൊരു മിന്നായം പോലെ കണ്ടതല്ലേ, പിന്നെ ഇന്നാണ് കാണുന്നത്. ഇഷ്ടമായി. ഇവിടെ ഒത്തിരി ആളുകളുണ്ടല്ലോ. ഇതെല്ലാം നിൻ്റെ റിലേറ്റീവാണോ? അതെ. എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ? ആരൊക്കെയോ ഉപ്പ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യാവോ? എന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു ചോദ്യം, അതും ഇവിടെ വന്നിട്ട്? അങ്ങനെ ഒരു കാര്യം ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ നിൽക്കാമോ എന്നാണോ? അല്ല, പറഞ്ഞാലും ഷാനുക്ക നിൽക്കില്ലെന്നറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല. പിന്നെ എന്താ കാര്യം? അനിയത്തിമകൾക്ക് രണ്ടാൾക്കും ഷാനുക്കാനോട് സംസാരിക്കണമെന്ന്. പക്ഷേ ഞാൻ റൂമിലുണ്ടാവാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. ഷാനുക്കാക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഇവിടേക്ക് പറഞ്ഞു വിടാം. പക്ഷേ അവർ ഷാനുക്കാനോട് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം അന്ന് അവർ ഷാനുക്കാനെ കുത്തി നോവിച്ചത് ഷാനുക്ക എന്നോട് പറഞ്ഞില്ലെങ്കിലും അന്നു മുതൽ എനിക്ക് എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. അന്നു മുതൽ എനിക്ക് അവരോട് ദേഷ്യമാണ്. ആദ്യം അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കട്ടെ. നീ അവരെ ഇവിടേക്ക് പറഞ്ഞു വിടുജിനോ? അത് വേണോ ഷാനുക്ക? നിൻ്റെ അനിയത്തികൾ എൻ്റെയും അനിയത്തികളല്ലേ? ഒരു പക്ഷേ അവരെ പക്വതക്കുറവ് കാരണം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി കാണും. ഇപ്പോൾ അവർക്ക് ആ തിരിച്ചറിവ് വന്നു കാണും. ചിലപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാനാണെങ്കിലോ? അവർ ഷാനുക്കാനെ വേദനിപ്പിച്ചിട്ടും അവരോട് എങ്ങനെയാണ് ഷാനുക്കാക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്? ഇതെല്ലാം കേട്ട് ഡോറിന് പുറത്ത് നിൽക്കുന്ന അനിയത്തിമാരെ അവൾ കണ്ടില്ല. നീ അവരോട് വരാൻ പറ. പിന്നെ ഒരു കാര്യം, കൃത്യം 3 മണിയാകുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്തിനാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? 10 മാസങ്ങൾക്ക് ശേഷമാണ് ഷാനുക്ക എൻ്റെ വീട്ടിലേക്ക്. മതി. നിൻ്റെ ഈ 10 മാസത്തിൻ്റെ കണക്ക് കേട്ട് ഞാൻ മടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. ഇനിയും ദിവസം മുൻപിൽ നീണ്ടു കിടപ്പല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതങ്ങ് അനുസരിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നീ പോയിട്ട് അവരോട് വരാൻ പറ. പിന്നെ ആദ്യം പുറത്ത് കാണും. അവനോട് പറഞ്ഞേക്കേ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ പറയാം. അളിയാ. ജിനു റൂമിൽ നിന്നും ഇറങ്ങാൻ കാത്തുന്നത് പോലെയായിരുന്നു ഡോറിന് മുമ്പിൽ നിന്നുള്ള ആ വിളി. എന്താ? അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു. ഞങ്ങൾ റൂമിലേക്ക് വന്നോട്ടെ? കയറി വാ.
റൂമിലേക്ക് കയറി വന്നവർ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ രണ്ടാൾക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകണം, അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. സോറിട്ടോ. ഏട്ടത്തിയെപ്പോലെ അനിയത്തിമാരും പോക്കറ്റ് നിറയെ സോറി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നല്ലോ. എന്തിനാ സോറി? ബുദ്ധിമോശം കൊണ്ട് അന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അന്ന് അളിയൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഒരുപാട് ഞങ്ങൾ കുത്തി നോവിച്ചു. അതൊക്കെ എന്തിനായിരുന്നെന്ന് പലവട്ടം ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പറഞ്ഞത് തെറ്റാനുള്ള ബോധം വന്നപ്പോൾ സോറി പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു കൊണ്ടവർ നിർത്തി. എന്താ ഒരു പക്ഷേ? അളിയനെ കാണാനോ അളിയനോട് സംസാരിക്കാനോ ജിനു ഞങ്ങൾ സമ്മതിച്ചില്ല. എൻ്റെ ഷാനുക്കാനോട് നിങ്ങൾ മിണ്ടണ്ട, കാണാൻ ശ്രമിക്കണ്ട, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞു. നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം ജിനു എങ്ങനെ അറിഞ്ഞു? ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് അവൾ കേൾക്കാതിടയായി. അന്നു മുതൽ ജിനു ഞങ്ങളെ വെറുത്തു തുടങ്ങി. അളിയൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നാലും അളിയനെ കാണാനോ സംസാരിക്കാനോ അവൾ സമ്മതിക്കില്ല. ഇത് തന്നെ അവളെ കാലിൽ പിടിച്ചിട്ടാണ് സമ്മതിച്ചത്. അതും അളിയനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഞങ്ങളിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പിൽ. ഞങ്ങളോട് ക്ഷമിക്കണോ? തലയും താത്തി നിൽക്കുന്ന രണ്ടുപേരുടെയും മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇനി ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്വന്തം അനിയത്തിമാരായി കണ്ട് ഞങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമോ? അത് ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണു നിറയുന്നുണ്ടായിരുന്നു. രണ്ടാളും കണ്ണു തുടക്കെ. എന്നിട്ട് ഞാൻ പറയാൻ ക്ഷമിച്ചോ അല്ലേ എന്ന്. നിങ്ങൾ രണ്ടാളും എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിമാർ തന്നെയാണ്. അതുകൊണ്ട് എന്നോ ഞാനിതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞതാ. പിന്നെ അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. എന്നത് സത്യം തന്നെ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ രണ്ടാളുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സന്തോഷമായോ രണ്ടാൾക്കും? ഒത്തിരി സന്തോഷമായി. നിങ്ങൾ രണ്ടാളും എന്താ പഠിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനുള്ള സമയം നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഉള്ള സമയം നിങ്ങൾക്ക് എന്നോട് മിണ്ടാനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഇവൾ +2. എങ്ങനെ രണ്ടാളും പഠിക്കാൻ മിടുക്കുകളാണോ? വലിയ പഠിപ്പിസ്റ്റൊന്നല്ല, എന്നാലും കുഴപ്പമില്ല. ജിനുവിനെ പോലെ നേഴ്സാവാനാണോ ഇഷ്ടം, അല്ല ടീച്ചറാവാനോ? രണ്ടാൾക്കും അല്ല. ഇവൾക്ക് പോലീസാവാനാണ് ഇഷ്ടം. അപ്പോൾ മൂത്ത ആൾ നേഴ്സ്, രണ്ടാമത്തെ ആൾ ടീച്ചർ, മൂന്നാമത്തെ ആൾ പോലീസ്. അപ്പോൾ കൺഗ്രാജുലേഷൻ. പഠിച്ച് നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ പൂവണയട്ടെ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്നെ അളിയനുമായിട്ട് മാത്രം കാണണ്ട, ഒരു സഹോദരനായിട്ട് കൂടെ കണ്ടാൽ മതി. താങ്ക് യു അളിയ, താങ്ക് യു സോ മച്ച്. അതെ, ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്ത്? അളിയൻ നല്ല സുന്ദരനാണ് കേട്ടോ. അതും പറഞ്ഞ് രണ്ടും കൂടെ ഒരു ഓട്ടമായിരുന്നു. അവർ ഓടിപ്പോകുമ്പോഴാണ് ജിനു റൂമിലേക്ക് കയറി വരുന്നത്. അവർക്കെന്താ ഇത്ര സന്തോഷം? അവർ എന്ത് പറഞ്ഞിട്ടാണ് ഓടിപ്പോയത്? ഞാൻ കേട്ടില്ല. കള്ളം പറയണ്ട. ഈ റൂമിൽ നിന്ന് പറഞ്ഞ കാര്യം എങ്ങനെ ഷാനുക്ക കേൾക്കാതിരിക്കുക? ഞാൻ കേട്ടില്ല പെണ്ണേ, ഞാൻ മറ്റെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചോളാട്ടോ. ആദ്യം ഇവിടെ? അവൻ പുറത്തുണ്ട്. ഷാനുക്ക വന്നേ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് അല്പസമയം എല്ലാവരോടും സംസാരിച്ച് 3 മണിയോടെ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഷാനുക്ക, എന്തിനാ 3 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് വാശി പിടിച്ചത്? എനിക്കവിടെ നിന്ന് മതിയായില്ല. ആദി, വണ്ടി നിർത്ത്. നീ ഇവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് എല്ലാവരോടും സംസാരിച്ച് മതിയായിട്ട് വീട്ടിലേക്ക് പോരും. എനിക്കും ആദിക്കും ഇപ്പോൾ പോയേ പറ്റൂ. എന്തേ നീ ഇറങ്ങുന്നില്ലേ? അതിന് അവൾ മുഖം വീർപ്പിച്ച് വെച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾക്ക് സംസാരിച്ച് മതിയായില്ല പോലും. ഇതിന് മാത്രം എന്താ ഇപ്പോൾ നിനക്ക് സംസാരിക്കാൻ? അതൊന്നും ഷാനുക്കാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വല്ല പരദൂഷണമാവും. നീ പോടാ. ഇതെങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്കല്ലേ? റൂട്ട് മാറിയപ്പോൾ അവൾക്കൊരു ഡൗട്ട്. വീട്ടിലേക്കല്ലെന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥലം എത്തുമ്പോൾ അവൾ അറിഞ്ഞാൽ മതി എന്ന് ആദിയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടേക്കാ ആദി? പിന്നിൽ നിന്നും ആൻസർ കിട്ടാത്തത് കൊണ്ടാണ് ആദിയോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. സാറ് പറയുന്നു, ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിനക്കറിയാം, പക്ഷെ നീ പറയില്ല. അവൾ ആദിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവർ പോയത് മാമൻ്റെ വീട്ടിലേക്കായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ജിനുവിനെയായിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ. ഇനി ഫ്രീ ആവുന്ന ദിവസങ്ങളിൽ എല്ലാം അവളെയും വിളിച്ച് എല്ലായിടത്തും പോകണം. മാമനും മാമയും അറിയില്ല അവർ ചെല്ലുന്നത്. വീട്ടിലുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടാണ് പോകുന്നത്. ഇത് ആരുടെ വീടാ ഷാനുക്ക? നീ ഇറങ്ങ്, പറയാം. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉമ്മറത്തെ ഡോർ തുറന്ന് മാമി പുറത്തേക്ക് വന്നു. അവരെ കണ്ടതും പുള്ളിക്കാരി വിശ്വസിക്കാനാവാതെ നിന്നു.
അപ്പോഴാണ് ജിനു അറിയുന്നത് മാമൻ്റെ വീടാണിത്. അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. മാമനില്ലേ, മാമ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി എത്ര കൊതിയോടെ കാത്തിരുന്നതറിയോ ഞങ്ങൾ. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ആഗ്രഹിക്കുന്നതാ ഒരുമിച്ചുള്ള നിങ്ങളെ വരവ്. പക്ഷേ വിധി മറ്റൊന്ന് തീരുമാനിച്ചു. എന്തായാലും മാമിക്കിപ്പോൾ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു മാമി അത് പറഞ്ഞത്. അവർ സംസാരിക്കുമ്പോഴും ആദി മാമനരികിൽ എത്തിയിരുന്നു. അവർ രണ്ടാളും പിന്നെ എപ്പോൾ കണ്ടാലും ഭയങ്കര സംസാരമാണ്. ഇതിന് മാത്രം ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത് എന്ന് അവൻ ചിന്തിക്കാറുണ്ട്. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 9 മണിയോട് അടുത്തിരുന്നു. ഭക്ഷണം കഴിക്കാതെ മാമനും മാമിയും അവരെ വിട്ടില്ല. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. പിറ്റേന്ന് വൈകിട്ട് പാലക്കാട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷാനു. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. എല്ലാം ജിനു ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവളുടെ ചിന്ത ഇവിടെയൊന്നുമല്ലായിരുന്നു. അവളുടെ മൗനം കണ്ട് ഇടയ്ക്ക് ഷാനു അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പ്രശ്നമെന്ന്. പിന്നെ അവൻ ഓർത്തു അവൻ പോകുന്ന ടെൻഷനാവുമെന്ന്. ഷാനുക്ക പോകുന്നത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. അതിനേക്കാൾ പേടി ഷാനുക്ക പോയാലുള്ള അവസ്ഥയാണ്. ആ ഷാഹിക്കറിയാം ഇന്ന് ഷാനുക്ക പാലക്കാട് പോകുന്നത്. എനിക്കെന്തോ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ പേടിയാവുന്നു. ഷാനുക്കാനോടൊന്നും പറയാനും വയ്യ. ഇറങ്ങാൻ സമയമായി. ഞാൻ പോട്ടെ ജിനു, സിദ്ധി വിളിക്കുന്നുണ്ട്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, എന്തിനാ ഈ കണ്ണി നിറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞാൽ ഞാനിങ്ങ് വരില്ലേ? എനിക്കെന്തോ പേടിയാവുന്നു. വിരുമ്പിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. പേടിയോ? എന്തിനെ? അതറിയില്ല. ആവശ്യമില്ലാതെ ആരെങ്കിലും പേടിക്കോ? ഞാനില്ലാതെ ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ നിനക്ക്? അതിൻ്റെ കാരണം എന്താ? കാരണം എനിക്കറിയില്ല. ഇതുവരെ ഷാനുക്ക ഇല്ലാതെ ഞാനിവിടെ നിന്നിട്ടില്ലല്ലോ. എന്നാൽ നീ പോയി റെഡിയാവും. എവിടേക്കാ? പറയാം, നീ പോയി റെഡിയാവ്. പെട്ടെന്ന് വേണം, സമയമില്ല. അതിനിടയ്ക്ക് 2-3 തവണയായി സിദ്ധി വിളിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി വന്നു. ഇപ്പോൾ നേരത്തേക്കാൾ ആ മുഖം തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ താഴെ ഉണ്ടാവും, നീ ഡോർ ലോക്ക് ചെയ്തു വാ. ഫോൺ എടുക്കാൻ മറക്കണ്ട. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞിട്ട് അവൻ താഴേക്കിറങ്ങി. അവൾ താഴേക്കിറങ്ങുമ്പോൾ ഉമ്മ ഹാളിലുണ്ട്. അവളെ ഒന്ന് നോക്കിയതല്ലാതെ ഉമ്മ ഒന്നും ചോദിച്ചില്ല. ഉമ്മാൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഷാനുക്ക ഉമ്മാനോട് എന്തോ പറഞ്ഞു കാണുമെന്ന്. ഉമ്മാനോട് പോയി വരാമെന്ന് മാത്രം പറഞ്ഞവൾ വേഗം മുറ്റത്തേക്കിറങ്ങി. അവൾ കാറിനരിയിലേക്ക് ചെല്ലുമ്പോൾ ഷാനു പിൻസീറ്റിലാണുള്ളത്. അത് അവൾക്കൊരു ആശ്വാസമായിരുന്നു. കുറച്ചുകൂടെ സമയം ഷാനുഖാനോട് സംസാരിക്കാമല്ലോ എന്നവൾ ആഗ്രഹിച്ച്. അതിനു വേണ്ടിയാണ് അവൻ പിന്നിൽ കയറിയിരുന്നത്. ഇപ്പോൾ പേടിയെല്ലാം മാറിയോ? അവളുടെ കൈ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. മാറി. ഈ പേടിയുടെ കാരണേ ഞാൻ വന്നിട്ട് എന്നോട് പറയണം. ചുമ്മാ നീ പേടിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ കാരണമൊന്നുമില്ല. അവളിൽ വന്ന ഭയം മറച്ചു പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. കാരണമില്ലെന്ന് പറയണ്ട, തക്കതായ കാരണമുണ്ട്. അതെന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചാൽ പിന്നെ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആവില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും എൻ്റെ മോളെ ഈ പേടിയുടെ കാരണം എന്നോട് തുറന്നു പറയണം. അത് പിന്നെ പറഞ്ഞോ? ജിന എന്തിനാ മടിക്കുന്നത്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. എനിക്ക് ഷാഹിയെ പേടിയാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം പേടിയോടെയായിരുന്നു അവളത് പറഞ്ഞത്. പക്ഷെ അവൾ പറഞ്ഞതിൽ യാതൊരു ഭാവമാറ്റവും അവനിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടി പേടി കൂടി. എന്തിനാണ് നീ അവനെ പേടിക്കുന്നത്? അവൻ എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും അവനിൽ നിന്നും വന്നില്ല. അത് അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഷാനുക്ക, ഇവിടെ ഇറങ്ങിക്കോ. നിന്റെ അനിയത്തികൾ നിന്നെ വിളിക്കാൻ വേണ്ടി റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ വിളിക്കാം. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവളുടെ കവിളിൽ ചുംബിച്ചു കൊണ്ടവൻ പറഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഇപ്പം ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് സംസാരിക്കാം. എന്നാ ഇറങ്ങിക്കോ. കൂടെ അവനും ഇറങ്ങി. ഞാൻ വരുന്നത് വരെ എൻ്റെ കെട്ടിയോളെ പൊന്നു പോലെ നോക്കണം കേട്ടോ. അവൻ അനിയത്തികളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഓ, ഉത്തരവ്. അളിയൻ ഇനി എപ്പോഴാണ് വരിക? ഞാൻ വിളിക്കാം. ഇപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. സാറ് ചേച്ചിയുടെ വീട്ടുകാരെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നോ? അനിയത്തികളെ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ഞാൻ ഉപ്പാനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഉപ്പയാണ് അവരെ പറഞ്ഞു വിട്ടത്. ആദ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നീ ഉത്തരം നൽകണം. സാറ് ചോദിച്ചോ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഷാഹി എങ്ങനെയാ ജിനുവിനോട്? അത് കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടി. അത് ഷാനു വ്യക്തമായി കാണുകയും ചെയ്തു. എന്താടാ ഈ ഞെട്ടിയത്? ഞെട്ടലോ? എനിക്കോ? നീ എനിക്ക് മുമ്പിൽ കൂടുതൽ അഭിനയിക്കണ്ട.
നിനക്ക് അവനെക്കുറിച്ച് എല്ലാം അറിയാം. അത് അവനോടുള്ള നിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി അവൻ ജിനുവിനോട് എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സാർ എന്തൊക്കെയായി ചോദിക്കുന്നത്? അവൻ ജിനുവിനോട് എന്തെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുന്നതോ സംസാരിക്കുന്നതോ സാറ് കണ്ടോ? ഇത് ഞാൻ ചോദിച്ചതിനുള്ള ആൻസറല്ല. നീ ഞാൻ ചോദിച്ചതിന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. ഈശ്വര, സാർ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് പോലെയുണ്ടല്ലോ. അല്ലാതെ സാറിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരില്ല. ആലോചിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ സാർ എന്നെ വിടില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. ചേച്ചിക്ക് നേരെയുള്ള അവൻ്റെ നോട്ടവും ചില സമയത്തെ സംസാരവും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരിക്കൽ ജിനു സാറിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ അവളെ സ്റ്റെപ്പിൽ തടഞ്ഞു വെച്ചു. അത് അവളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൾ വേഗം താഴേക്കിറങ്ങി. ഈ ഒരു കാരണത്താൽ അവൾക്ക് അവനെ ഇത്രയും പേടിക്കോ? ഇന്ന് പാലക്കാട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളിലെ ഭയം ഞാൻ മനസ്സിലാക്കിയതാണ്. അന്ന് ഞാനിത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇന്നവളെ അവിടെ നിർത്തി ഞാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ആരെയും നന്നായി ഭയക്കുന്നത് പോലെ. എന്തായാലും ഉമ്മാനെയല്ല, അത് ഉറപ്പാ. ചെറിയ കാരണം കൊണ്ട് അവൾ അവനെ പേടിക്കോ? ഷാനു സ്വയം ചോദിച്ചു. ഞാൻ അറിയാത്ത എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.